ഈ വീഡിയോയിൽ നമ്മൾ ഫിസിക്സ് ചാപ്റ്റർ 2 ലെൻസിൽ നിന്ന് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം ഇപ്പോഴത്തെ ഒരു ലെവൽ അനുസരിച്ച് സാധാരണ ഡയറക്റ്റ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ഇപ്പോൾ ചോദിക്കാൻ ചാൻസ് ഇല്ല. സ്റ്റേറ്റ്മെന്റ് ലെവലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ കൂടുതലായിട്ടും കാണപ്പെടുന്നത്. അപ്പോൾ ഓരോ ഭാഗവും നല്ല രീതിയിൽ പഠിച്ചാൽ മാത്രമേ നമുക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യത്തെ ഒരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കിടക്കാം. എൻ ഒബ്ജക്റ്റ് ഒ ബി ഈസ് പ്ലേസ്ഡ് ബിറ്റ്വീൻ എഫ് ആൻഡ് ലെൻസ്. എഫും ലെൻസിന്റെയും ഇടയിൽ ഒരു ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ കൊടുത്തിരിക്കുന്ന ലെൻസ് എന്ന് പറയുന്നത് കോൺവെക്സ് ലെൻസ് ആണ്. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ കൊടുത്തിരിക്കുന്ന ലെൻസ് ഏതാ നോക്കുക, ഒബ്ജക്റ്റ് എവിടെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത് നോക്കുക, അതിന്റെ ഇമേജ് എവിടെ ഉണ്ടാവണമെന്ന് പഠിക്കുക, റേ ഡയഗ്രാം കംപ്ലീറ്റ് ചെയ്യാൻ പഠിക്കണം. ഇതിപ്പോൾ ഒരെണ്ണം എക്സാമ്പിൾ ആയിട്ട് ഞാൻ കൊടുത്തുന്നേ ഉള്ളൂ. ഇഷ്ടം പോലെ റേ ഡയഗ്രാം ചോദിക്കും, കോൺകേവ് ലെൻസിന്റെയും ചോദിക്കും, കോൺവെക്സ് ലെൻസിന്റെയും ചോദിക്കും. ഇനി ഇവിടെ ഈ കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത് ഫിഗർ ഇവിടെ കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ വരച്ചിട്ടുണ്ട്. ഇനി ഇതിന്റെ രണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയായിരിക്കും ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്? നമ്മൾ കോൺവെക്സ് ലെൻസിൽ 5 ഫിഗർ പഠിച്ചിട്ടുണ്ട്. അതിൽ 5ാമത്തെ ഫിഗറിനാണ് ഇത്ര ഡിഫറൻസ് ഉള്ളത്. എഫിന്റെയും ലെൻസിന്റെയും ഇടയിൽ ഒബ്ജക്റ്റ് വെക്കുമ്പോൾ ഇവിടുത്തെ ഇമേജ് എന്ന് പറഞ്ഞത് എന്തൊക്കെയായിരിക്കും? ഇറക്റ്റ് ആയിരിക്കും, വെർച്വൽ ആയിരിക്കും, മാഗ്നിഫൈഡ് ആയിരിക്കും. കോൺവെക്സ് ലെൻസിൽ ഇറക്റ്റും വെർച്വൽ ആയിട്ടുള്ള ഒരേ ഒരു ഇമേജ് ഫോർമേഷൻ നടക്കുന്നത് ഒബ്ജക്റ്റ് എഫിന്റെയും ലെൻസിന്റെയും ഇടയിൽ വെക്കുമ്പോഴാണ്. ബാക്കി 4 കാര്യങ്ങളിലും റിയലും ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഇമേജ് ഫോർമേഷൻ നടക്കുന്നത്. ആ ഒരു ഡിഫറൻസ് നന്നായിട്ട് മനസ്സിലാക്കാം. ഇനി വേറൊരു ക്വസ്റ്റിനോട് ഇവിടെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇവിടെ ഇമേജ് ഫോർമേഷൻ നടക്കുന്നത് ഏത് സൈഡിലായിരിക്കും? എഴുതേണ്ടത് ഓൺ ദ സെയിം സൈഡ് ഓഫ് ദ കോൺവെക്സ് ലെൻസ്. ഓൺ ദ സെയിം സൈഡ്, ഒബ്ജക്റ്റ് എവിടെയാണോ വെച്ചിരിക്കുന്നത് ആ സൈഡിൽ തന്നെയായിരിക്കും ഇമേജ് ഫോർമേഷൻ നടക്കുക. ബാക്കി 4 റേ ഡയഗ്രാമിലും ഇമേജ് ഫോർമേഷൻ നടക്കുന്നത് ഇപ്പുറത്തെ സൈഡിലായിരിക്കും, ഈ ഒരു സൈഡിലായിരിക്കും. എന്നാൽ എഫിന്റെയും ലെൻസിന്റെയും ഇടയിൽ ഒബ്ജക്റ്റ് വെക്കുമ്പോൾ ആ ഒരു സൈഡ്, അതേ സൈഡിൽ തന്നെ ഇമേജ് ഫോർമേഷൻ നടക്കും. ആ ഒരു കാര്യം കൂടി ഓർത്തിരിക്കുക. ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കി, ഒബ്സർവ് ദ ഫിഗർ. ഇവിടുത്തെ ഒരു ഫിഗർ നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം. ഇവിടെ തന്നേക്കുന്നത് കോൺവെക്സ് ലെൻസ് ആണ്. അതുപോലെ തന്നെ ലെൻസിൽ നിന്ന് ഒബ്ജക്റ്റ് വരെയുള്ള ദൂരം നമ്മൾ എന്താക്കി എടുക്കും? സ്മോൾ ലെറ്റർ യു വെച്ചിട്ട് എടുക്കും. അതുപോലെ തന്നെ ലെൻസിൽ നിന്ന് ഇമേജ് വരെയുള്ള ഇത്രയും ദൂരം വി ആയിട്ട് എടുക്കണം. അപ്പൊ യുവും വിയും എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോകരുത്. യു എന്ന് പറയുന്നത് ഒബ്ജക്റ്റ്, ലെൻസിൽ നിന്ന് ഒബ്ജക്റ്റ് വരെയുള്ള ദൂരമാണ് സ്മോൾ ലെറ്റർ യു. ലെൻസിൽ നിന്ന് ഇമേജ് വരെയുള്ള ദൂരമാണ് വി എന്ന് പറയുന്നത്. അപ്പോൾ ഈ യു എന്ന് പറയുമ്പോഴും വി എന്ന് പറയുമ്പോഴും അതിന്റെ സൈൻ, ഈ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാനൊക്കെ പറയുമ്പോൾ കാർട്ടീഷ്യൻ സൈൻ വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ അതിന്റെ സൈൻസും കൂടി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒന്ന് ആലോചിച്ചേ, ഇവിടുത്തെ റേ പോകുന്നത് കണ്ട ഇതിങ്ങനെയാണ്. ഈ ഒരു റേ ഈ ഒരു ഒബ്ജക്റ്റിൽ നിന്ന് റേ ഡയഗ്രാം എങ്ങനെ നമ്മൾ വരയ്ക്കുക? ലെൻസിൽ തട്ടി ഇങ്ങനെയാണ് പോകുന്നത് ഈ ഒരു ഭാഗത്ത്. അപ്പൊ ഈ ഒരു രീതിയിൽ പോണ എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് വരും. ഇതിന് നേരെ തിരിച്ചു പോകുന്നത് ഒക്കെ നെഗറ്റീവായിട്ട് വരും. അപ്പൊ യു എന്ന കാര്യം എടുക്കുമ്പോൾ ലെൻസിൽ നിന്ന് ഒബ്ജക്റ്റിലേക്ക് ഇത് കണ്ട ഇങ്ങനെ ലെഫ്റ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ റേയുടെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് യു എന്ന് പറഞ്ഞത് ഇവിടെ -20 ആയിരിക്കും. വി കാണുന്നത് കറക്റ്റ് ആയിട്ട് കണ്ട ഇവിടുന്ന് ലെൻസിൽ നിന്ന് ഇമേജ്, അപ്പൊ ഈ റേ ഇങ്ങനെ തന്നെയാണ് പോകുന്നത്. അപ്പൊ വി എന്ന് പറയുന്നത് ഇവിടെ പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ യു എന്ന് പറയുന്നത് -20യും വി എന്ന് പറയുന്നത് +40 ആയിരിക്കും. അത് വെച്ചിട്ട് വേണം നമ്മൾ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാൻ. അപ്പൊ നമുക്കത് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഇവിടെ 1/f = 1/v - 1/u. ഈ ഫോർമുലക്ക് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നിങ്ങളിത് ചെയ്യാൻ നോക്കണ്ട. 1/f എന്ന് പറയുന്നത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് f = uv/u - v. ഒന്നുകിൽ കാണാപ്പാടം പഠിക്കുക, അല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഈ ഒരു ഫോർമുലയിലോട്ട് എത്താം. അങ്ങനെ നമ്മൾ യുവും വിയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. -20 × 40 / -20 - 40. ഇവിടെ 20 എന്ന് ഇട്ട് കഴിഞ്ഞാൽ അപ്പം തെറ്റി, മൈനസ് ഉണ്ട് യുവിന്, അതുകൊണ്ട് -20 തന്നെ ഇടണം. ഇനി -20 × 40 എന്ന് പറയുന്നത് -800 ആണ്. സയൻസ് ഒക്കെ അറിയാമെന്ന് വിചാരിക്കുന്നു. ഇൻഡ് വരുമ്പോൾ ഒരു നെഗറ്റീവും ഒരു പോസിറ്റീവും ആണെങ്കിൽ നമ്മൾ നെഗറ്റീവ് സൈൻ ഇട്ട് കൊടുക്കും. അതുപോലെ പ്ലസ്സിലും മൈനസിലും 2 നെഗറ്റീവ് വരണമെങ്കിൽ നമ്മൾ പ്ലസ് ചെയ്തിട്ട് മൈനസ് സൈൻ ഇട്ട് കൊടുക്കും. പ്ലസ് ചെയ്യുമ്പോൾ 60 കിട്ടും. അവിടെ സൈൻ എന്ന് പറയുന്നത് മൈനസ് ആയിരിക്കും. സോ -800 / -60 ഇൻഡുവിലോ ഡിവൈഡിലോ 2 നെഗറ്റീവ് വരുമ്പോൾ അത് പോസിറ്റീവ് ആയിട്ട് മാറും. സോ -40 / -3 = +13.3 സെന്റിമീറ്റർ എന്ന് ആൻസർ കിട്ടും. അപ്പൊ ഇവിടെ നോക്കി, ഫോക്കൽ ലെങ്ത് എന്ന് പറഞ്ഞത് +13.3 സെന്റിമീറ്റർ ആണ്. ഇവിടെ സെന്റിമീറ്റർ അതിന്റെ യൂണിറ്റ് അടക്കം എഴുതണം. ഇഷ്ടം പോലെ ചോദ്യങ്ങൾ ഇവിടെ നിന്ന് വീണ്ടും ചോദിക്കാം. അതായത് ഇപ്പൊ പരീക്ഷയ്ക്ക് ഫോക്കൽ ലെങ്ത് ഓഫ് എ ലെൻസ് എന്ന് പറയുന്നത് +13.3 സെന്റിമീറ്റർ ആണെന്നൊരു ക്വസ്റ്റ്യൻ തന്നു. ഫോക്കൽ ലെങ്ത് ഓഫ് എ ലെൻസ് ഈസ് +13.3 സെന്റിമീറ്റർ. അപ്പോൾ വിച്ച് ടൈപ്പ് ഓഫ് ലെൻസ് ഈസ് യൂസ്ഡ് ഹിയർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഫോക്കൽ ലെങ്ത് പ്ലസ് എന്ന് കണ്ടു കഴിഞ്ഞാൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ലെൻസ് എന്ന് പറഞ്ഞത് എപ്പോഴും കോൺവെക്സ് ലെൻസ് ആയിരിക്കും. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഫോക്കൽ ലെങ്ത് +13.3 അല്ലെങ്കിൽ +14.4 പ്ലസ് സൈനാണ് അവിടെ ഇമ്പോർട്ടൻറ്റ്.
പ്ലസ് കാണാണെങ്കിൽ അവിടെ ഏത് ടൈപ്പ് ഓഫ് ലെൻസ് ആണ് യൂസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ കോൺവെക്സ് ലെൻസ് ആണ് യൂസ് ചെയ്യുന്നത്. പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറയുന്നത് ഇവിടെ റിയൽ ആയിരിക്കും. ആ 2 പോയിന്റ് പ്ലസ് സൈൻ തന്നാണെങ്കിൽ ഇവിടുത്തെ ലെൻസ് യൂസ് ചെയ്തിരിക്കുന്നത് കോൺവെക്സ് ലെൻസ് ആണ്, അവിടുത്തെ പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറയുന്നത് റിയൽ ആയിരിക്കും. ആ ഒരു കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. ഈ ഒരു ക്വസ്റ്റ്യൻ കുറച്ച് കൺഫ്യൂസ് ചെയ്യുന്ന രീതിയിൽ ഞാൻ ഉണ്ടാക്കിയൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതായത് നമ്മൾ ഇവിടെ കറക്റ്റ് ഓപ്ഷൻ പിക്ക് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. നമുക്കറിയാം ഈ ലെൻസ് കാണുമ്പോൾ തന്നെ കോൺവെക്സ് ലെൻസ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മുമ്പ് വീഡിയോസിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു, കോൺവെക്സ് ലെൻസിലൂടെ ഏത് പോയിന്റ് കൂടെ കടന്നു പോകുമ്പോൾ ആ റേക്ക് എന്ത് സംഭവിക്കും എന്നൊരു 3-4 കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നോക്കി ഫസ്റ്റത്തെ ആ ഒരു റേ ഡയഗ്രാം നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇതാണ് പ്രിൻസിപ്പൽ ആക്സിസ്. അപ്പൊ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് വരുന്ന ഈ ലൈറ്റ് റേ ലെൻസിൽ തട്ടി പ്രിൻസിപ്പൽ ഫോക്കസിൽ കൂടെ കടന്നു പോകണം. അത് കറക്റ്റ് ആണ് അല്ലെ? പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് വരുന്ന ഈ റേ ലെൻസിൽ തട്ടി പ്രിൻസിപ്പൽ ഫോക്കസിൽ കൂടെ, പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറയുന്നത് കണ്ട എഫ് കൂടെ കടന്നു പോകും. ആ ഒരു കാര്യം കറക്റ്റ് ആണ്. ഇനി നിങ്ങൾ ഈ ഓപ്ഷൻ നോക്കണം, ആദ്യം ഒരു ഫിഗർ നോക്കിയാൽ മതി. ഇനി ഇവിടെ നോക്കിയേ, ഈ റേ കണ്ട നേരെ ഈ ഒരു മിഡ് പോയിന്റ് കൂടെ കടന്നു പോകുന്നത്, O എന്ന് പറയുന്ന ലെൻസിന്റെ മിഡ് പോയിന്റ് കൂടെ കടന്നു പോകുന്ന റേ എങ്ങനെ കടന്നു പോകും? നമ്മൾ പറഞ്ഞേ നേരെ തന്നെയാണ് കടന്നു പോവുക. പക്ഷെ ഈ ഒരു ഫിഗറിൽ നോക്കി ഇത് പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ടാണ് കടന്നു പോകുന്നത്. അപ്പൊ ഈ ഒരു ഫിഗർ എന്ന് പറയുന്നത് തെറ്റായിരിക്കും. മൂന്നാമത്തെ കാര്യം നോക്കി, പ്രിൻസിപ്പൽ ഫോക്കസിൽ കൂടെ കടന്നു പോകുന്ന റേ ലെൻസിൽ തട്ടി നേരെയാണോ കടന്നു പോകുന്നത്? അല്ല. പ്രിൻസിപ്പൽ ഫോക്കസിൽ കൂടെ കടന്നു പോകുന്ന ഈ റേ ലെൻസിൽ തട്ടി പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് കടന്നു പോകും. നമ്മളത് മുമ്പ് പഠിച്ചിട്ടുണ്ട്. അത് പഠിച്ചവർക്ക് ഈ ഒരു ഓപ്ഷൻ കറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ ഇവിടുത്തെ 3-4 കാര്യങ്ങളൊന്ന് ആലോചിക്കുക. പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് വരുന്ന ഈ റേ പ്രിൻസിപ്പൽ ഫോക്കസിലൂടെ കടന്നു പോകുന്നു, അത് കറക്റ്റ് ആണ്. എന്നാൽ മിഡ് പോയിന്റ് കൂടെ ലെൻസിൽ കൂടെ വരുന്ന റേ നേരെ തന്നെയാണ് കടന്നു പോകുന്നത്. അപ്പൊ ഈ ഒരു ഫിഗർ തെറ്റാണ്. ഇനി പ്രിൻസിപ്പൽ ഫോക്കസിൽ കൂടെ വരുന്ന റേ ഈ ലെൻസിൽ തട്ടി പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് കടന്നു പോകുന്നു, അപ്പൊ ഇതും തെറ്റാണ്. അപ്പൊ ഓപ്ഷൻ 1 മാത്രമേ ഇവിടെ ശരിയുള്ളൂ. ആ ഓൺലി ഫസ്റ്റ് ഈസ് കറക്റ്റ്. ഇതാണ് ഫസ്റ്റ് ഫിഗർ കണ്ട. അപ്പൊ D ഓപ്ഷൻ ആയിരിക്കും ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള കാര്യം. ഇങ്ങനെ മോഡൽ വന്ന് കണ്ടിട്ടുണ്ട്. അപ്പൊ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് കൺഫ്യൂഷൻ ആവും. അതിന്റെ ആവശ്യമില്ല. ഏത് ഫിഗർ ആണോ കറക്റ്റ് അത് ഓപ്ഷനിൽ തന്നുണ്ടോ എന്ന് ആലോചിക്കാം. ഓൺലി ഫസ്റ്റ് ഈസ് കറക്റ്റ്. അപ്പൊ D ഓപ്ഷൻ ആയിരിക്കും ഇവിടുത്തെ ശരിയായ ആൻസർ. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കി, ദ പ്രിസ്ക്രിപ്ഷൻ ഗിവൺ ബൈ ദ ഡോക്ടർ ഫോർ ദ പർച്ചേസ് ഓഫ് സ്പെക്ടാക്കിൾ, സ്പെക്ടാക്കിൾ എന്ന് പറയുന്നത് കണ്ണട, സ്റ്റേറ്റ് +2.00 D. അപ്പോൾ ഈ ഒരു പ്രിസ്ക്രിപ്ഷൻ അനുസരിച്ച് വാട്ട് ഈസ് ഇൻഡിക്കേറ്റഡ് ഇൻ ദ പ്രിസ്ക്രിപ്ഷൻ, എന്താണ് പ്രിസ്ക്രിപ്ഷനിൽ ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന +2.00 D എന്ന് പറയുന്നത്? എന്തായിരിക്കും അത്? ലെൻസിന്റെ പവർ ആയിരിക്കും. ദ പവർ ഓഫ് ദ ലെൻസ് ഈസ് റെഫേഴ്സ് ഹിയർ, അല്ലെങ്കിൽ ഇറ്റ് റെഫേഴ്സ് ടു ദ പവർ ഓഫ് ദ ലെൻസ് ഇൻ ദ സ്പെക്ടാക്കിൾ. സ്പെക്ടാക്കിൾ ഉപയോഗിച്ചിരിക്കുന്ന ലെൻസിന്റെ പവറിനെയാണ് ഈ ഒരു സംഭവം സൂചിപ്പിക്കുന്നത്. വാട്ട് ഡസ് D ഇൻഡിക്കേറ്റ്? ക്യാപിറ്റൽ D എന്ന് പറഞ്ഞത് നമ്മൾ പവർ ഓഫ് ദ ലെൻസിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ക്യാപിറ്റൽ D ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഡയോപ്റ്റർ എന്ന് പറഞ്ഞ യൂണിറ്റിനെയാണ്. പവറിന്റെ യൂണിറ്റ് ആണ് ഡയോപ്റ്റർ. ഇനി വാട്ട് ടൈപ്പ് ഓഫ് ലെൻസ് ഷുഡ് ബി യൂസ്ഡ് ഇൻ സ്പെക്ടാക്കിൾസ്? കണ്ട, ഇവിടെ മറ്റ് ഫോക്കൽ ലെങ്ത്തിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ പ്ലസ് ആണെങ്കിൽ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ലെൻസ് എന്ന് പറഞ്ഞത് കോൺവെക്സ് ലെൻസ് ആയിരിക്കും. ഇനി നിങ്ങൾക്ക് വേറെ ക്വസ്റ്റ്യൻസ് ഇതിലൂടെ ഉണ്ടാകും. -2.00 ഡയോപ്റ്റർ എന്ന് തന്നിട്ട് ഇവിടെ പ്രിസ്ക്രിപ്ഷനിൽ എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ എന്താണ്? പവർ ഓഫ് ദ ലെൻസിനെ തന്നെയാണ്. D എന്ന് പറഞ്ഞ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഡയോപ്റ്ററിനെയാണ്. എന്നാൽ ഏത് ടൈപ്പ് ഓഫ് ലെൻസ് എന്ന് പറയുമ്പോൾ മൈനസ് ആണെങ്കിൽ അതൊരു കോൺകേവ് ലെൻസ് ആയിരിക്കും. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ, വാട്ട് ഈസ് ദ പവർ ഓഫ് എ കോൺകേവ് ലെൻസ് ഓഫ് ഫോക്കൽ ലെങ്ത് 25 cm? ഇവിടെ കോൺകേവ് ലെൻസിന്റെ പവർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫോക്കൽ ലെങ്ത് നമുക്ക് തന്നിട്ടുണ്ട് 25 cm ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്കറിയണം കോൺകേവ് ലെൻസ്, ഏത് ലെൻസ് ആണ് തന്നിരിക്കുന്നത്? കോൺകേവ്. അപ്പൊ ഈ ഫോക്കൽ ലെങ്ത് ഓഫ് എ കോൺകേവ് ലെൻസ് ഈസ് ഓൾവേസ് നെഗറ്റീവ്. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഫോക്കൽ ലെങ്ത് ഓഫ് എ കോൺവെക്സ് ലെൻസ് പോസിറ്റീവ് ആണെങ്കിൽ ഫോക്കൽ ലെങ്ത് ഓഫ് എ കോൺകേവ് ലെൻസ് എന്ന് പറഞ്ഞത് നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ ഇവിടെ -25 cm ആയിരിക്കും. ഇനി രണ്ടാമത്തെ കാര്യം, ഇത് സെന്റിമീറ്ററിൽ തന്നിരിക്കുന്നത്. എപ്പോഴും പവർ എക്സ്പ്രസ് ചെയ്യുന്നത് മീറ്ററിലായിരിക്കും. ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പവർ എപ്പോഴും മീറ്ററിലായിരിക്കും എക്സ്പ്രസ് ചെയ്യുക. അപ്പൊ സെന്റിമീറ്ററിനെ മീറ്ററിലേക്ക് ആദ്യം കൺവേർട്ട് ചെയ്യണം. അപ്പൊ നമുക്കത് എങ്ങനെ ചെയ്യാന്ന് നോക്കാം. ഇവിടെ നോക്കി, F എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ F എപ്പോഴും ആലോചിക്കുക കേട്ടോ. ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ F ആണ്.
അത് -25 cm എഴുതി. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ലെൻസ് എന്ന് പറയുന്നത് കോൺകേവ് ലെൻസ് ആണ്. ഇനി സെന്റിമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റാൻ /100 കണ്ട. 1 മീറ്റർ എന്ന് പറയുന്നത് 100 cm ആണെങ്കിൽ ഈ 100നെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ 1/100. അങ്ങനെ നമ്മൾ നോക്കുക. സെന്റിമീറ്ററിലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ 1നെ /1 വരുമ്പോൾ അത് 100 തന്നെ. അപ്പൊ ×100. ഇനി 25 - 25/100. ഇനി P എന്ന് പറയുന്നത് 1/f ആണ്. 1/ഫോക്കൽ ലെങ്ത് ആണ് പവർ എന്ന് പറയുന്നത്. അപ്പൊ നോക്കിയേ 1 / -25/100. ഇതിന്റെ റെസിപ്രോക്കൽ, അതായത് -25/100 ന്യൂമറേറ്ററിലേക്ക് പോകുമ്പോൾ 100/-25 എന്ന് കിട്ടും. എങ്ങനെ വെട്ടിയാലും -4 ഡയോപ്റ്റർ എന്ന് ആൻസർ കിട്ടും. ഇവിടെ -4 ഡയോപ്റ്റർ കണ്ട, യൂണിറ്റ് ഒരിക്കലും എഴുതാൻ മറക്കരുത്, മാർക്ക് പോട്ടാം. പവർ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പവറിന്റെ യൂണിറ്റ് ആയ ഡയോപ്റ്റർ ആണ് എഴുതേണ്ടത്. അപ്പോൾ ഒന്ന് ആലോചിക്കുക. ഇനി ഇത് വേറെ രീതിയിൽ തരും. ഇവിടെ പവർ ഓഫ് എ കോൺകേവ് ലെൻസ് എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ പവർ ഓഫ് എ ലെൻസ് എന്ന് പറയുന്നത് -4 ഡയോപ്റ്റർ ആണ്. ഇവിടെ ഏത് ലെൻസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ആലോചിക്കുക. മൈനസ് വരാണെങ്കിൽ ഇവിടെ കോൺകേവ് ലെൻസ് ആയിരിക്കും യൂസ് ചെയ്തിരിക്കുക. പ്ലസ് ആണെങ്കിൽ അത് കോൺവെക്സ് ലെൻസ് ആയിരിക്കും. എങ്ങനെ വേണമെങ്കിൽ ക്വസ്റ്റ്യൻ വരാം.